قال لا تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, നമ്മളിന്ന് 32ാമത്തെ പാർട്ടിലാണ്, ജബ്ബാറിന് മറുപടി എന്നുള്ള വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അധ്യായം ഒന്ന് പരിശോധിക്കാം. അദ്ദേഹം ഒരുപാട് എന്താ പറയുക, എന്തൊക്കെയോ പറഞ്ഞ തന്നെ ആവർത്തിച്ച് പറയുകയാണ്. വേറൊന്നും ആരോപിക്കാനില്ലാത്തതുകൊണ്ടാവാം. അതുകൊണ്ട് തന്നെ ചില ഒരു ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് തീർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കിടക്കാം. അതിനുശേഷം എന്താണ് മറുപടി എന്ന് കേൾക്കാം. അലൽ അഫീദ, അത് ഹൃദയങ്ങളുടെ മേലെ പൊതിയും. അവിടെ അഫീദ എന്ന് പറഞ്ഞൊരു വാക്ക് കൊണ്ടുവന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഹൃദയങ്ങളുടെ മേലെ പൊതിയ? ഈ തീ ഹൃദയങ്ങളുടെ മേലെ പൊതിയും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിനൊരു അർത്ഥമുള്ളത്? ഇന്നഹ അലൈഹിം മൂസദ, നിശ്ചയമായും അവരുടെ മേൽ നീട്ടിയുണ്ടാക്കപ്പെട്ട ചില സ്തംഭങ്ങളായിക്കൊണ്ട്, ഫി അമദിം മുമദ്ദദ, അത് അടച്ചു മൂടപ്പെട്ടതായിരിക്കും. ഇവിടെ എന്താണ് നിശ്ചയമായും അവരുടെ നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭം, നീട്ടിയുണ്ടാക്കപ്പെട്ട തൂണ്? ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല, ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാണ്. മൂപ്പർക്ക് തീരുമാനമായിട്ട് വേണം അവിടേക്ക് പോകാൻ. എന്തോ മറ്റേ ടൂർ പ്രോഗ്രാമിനൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യില്ല, ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇന്നതുണ്ടാവും, അപ്പോൾ അവിടെ ഇന്ന സൗകര്യം ഉണ്ടാവും, ഇന്ന ഇതുണ്ടാവും എന്നൊക്കെ കൃത്യമായിട്ട് വിവരിക്കുന്ന അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്ന പോലെ ഒരു വിവരണമാണ് മൂപ്പർക്ക് കിട്ടേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗ നരകങ്ങളെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ ഇദ്ദേഹം പറയുന്നത് നരകത്തെക്കുറിച്ചാണ്. ഇത് ഒന്നാമത് നമ്മൾ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ, ഖിയാമത്ത് നാളിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ, പരലോകത്തിൻ്റെ വിചാരണയ്ക്ക് ശേഷം ആർക്കൊക്കെയാണോ നരകശിക്ഷ ഉള്ളത് അവരുടെ ശിക്ഷകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള തീയുടെ ആ ചൂടായിരിക്കില്ല അവിടെയുള്ള തീയുടെ ചൂട് എന്നുള്ളത്, അത് എത്രയോ ഇരട്ടിയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് സ്വർഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയുള്ള ചില കായികനികളെ ഉപമിച്ചുകൊണ്ട് പറഞ്ഞാൽ തന്നെ ഖുർആനിൽ തന്നെ വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അതിന് ഒരു കണ്ണും ഒരു കാതും കേട്ടിട്ടില്ലാത്ത പലതുമാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നരകത്തെക്കുറിച്ചും നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയ്ക്ക് ഭയാനകമായ ശിക്ഷയായിരിക്കും അവിടെ കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം അവിടെ കിട്ടുകയുള്ളൂ. അതല്ല ഈ പറഞ്ഞ പോലെയുള്ള ഈ അധ്യായം ഒന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ അധ്യായത്തിലെ അർത്ഥം ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഏകദേശം മനസ്സിലാവും എന്താണ് ഇത് പറയുന്നത്, ആരുടെ ശിക്ഷയെ പറ്റിയാണ് ഇത് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഏതൊരാൾക്കും നാശം. അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവന് അവൻ്റെ ധനം അവന് ശാശ്വത ജീവിതം നൽകിയിരിക്കുന്നു എന്ന് അവൻ വിചാരിച്ചിരിക്കുന്നു. നിസ്സംശയം ഹുത്തമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് ചോദിക്കാനോ, ഹുത്തമ എന്നാൽ എന്താണ് എന്ന് നിനക്കറിയാമോ? അത് അള്ളാഹുവിൻ്റെ ജ്വലിക്കപ്പെട്ട അഗ്നിയാകുന്നു, ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്നതായ. തീർച്ചയായും അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതായിരിക്കും, നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ട്. ഇതാണ് ഈ അധ്യായത്തിലെ ഇതിൻ്റെ ആശയം. അപ്പോൾ അതാണ് അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെ ഈ ധനം ഇങ്ങനെ കൂട്ടി പിടിക്കിയിട്ട് അത് ആർക്കും പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ, സക്കാത്ത് പോലെയുള്ളത് അല്ലെങ്കിൽ സദക്ക പോലെയുള്ളതൊന്നും കൊടുക്കാതെ തൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു നിയമം. അതാണ്. അല്ലാതെ തനിക്ക് കുറേ ഉണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും കൊടുക്കണ്ട എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവരെപ്പോഴുള്ള ആളുകൾക്ക്. അപ്പോൾ ഇതൊന്നും കേൾക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ ചിലവാക്കാം, അത് എൻ്റെ പണം എന്നുള്ളതാണ്. ഈ പണങ്ങളൊന്നും കൊണ്ട് ഇവൻ പോവില്ല എന്നുള്ളതാണ്. ഈ മരണപ്പെട്ട് കിടക്കുമ്പോൾ ഒരാളും ഒരു രൂപ പോലും കൊണ്ടുപോകില്ല, ഒരു രൂപ പോയിട്ട് ഒരു 10 പൈസ പോലും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, അലക്സാണ്ടർ ചക്രവർത്തി ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് രാജ്യങ്ങളൊക്കെ കീഴടക്കി ഭരിച്ചിരുന്ന ഒരു രാജാവാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ആൾ.
അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൈകൾ നിങ്ങൾ പുറത്തേക്ക് ഇടുക, കാരണം ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ആളുകൾ അറിയട്ടെ എന്ന്. അപ്പോൾ എത്ര സമ്പാദിച്ചിട്ടും കാര്യമില്ല, താൻ മരണപ്പെടുമ്പോൾ ഒന്നും കൊണ്ടുപോവില്ല എന്ന് അവൻ ഓർക്കുന്നില്ലേ എന്നുള്ള ഓർമ്മപ്പെടുത്തലും ഈ ഖുർആനിലെ ഈ വചനങ്ങളിലുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് തിരുത്താനുള്ള ഒരു അവസരമായിക്കൊണ്ടാണ് ഖുർആൻ ഈ വചനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആളുകൾക്ക് ഉത്ബോധനമാണ് ഖുർആൻ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഹൃദയത്തിലേക്ക്. എന്തിനാ ഇപ്പോൾ ഈ ഹൃദയത്തിലേക്ക് ഈ ഒരാളെ നരകത്തിലിട്ട് കരിക്കുമ്പോൾ ഹൃദയം അങ്ങോട്ട് മറച്ച് വെച്ചിട്ട് ബാക്കിയൊക്കെ അങ്ങോട്ട് നശിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാൾ തീയിലേക്ക് അങ്ങോട്ട് വീകുമ്പോൾ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കയറില്ല എന്നുണ്ടോ? അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഹൃദയത്തിലേക്കും കയറും, അല്ലെങ്കിൽ ഹൃദയം വരെ അതിന് അറിയാൻ കഴിയും. അതിൻ്റെ തീയുടെ ആ ഒരു പവറിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത പ്രശ്നം തൂണുകളുണ്ട്. തൂണുകൾ ഇതുവരെ തീരുമാനമായില്ല. എന്താണ് ആ തൂണ് എന്നുള്ളത് തീരുമാനം ആവേണ്ട ആവശ്യമില്ല. കാരണം അത് അവിടെ എത്തുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. നിങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ എന്ന പ്രാർത്ഥന നമുക്കുള്ളൂ. പക്ഷെ ഇങ്ങനെ തന്നെ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള പല ശിക്ഷകളും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശിക്ഷകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഞാൻ നടത്തുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ തന്നെ നമുക്ക് പല തഫ്സീറുകളും എടുത്തു നോക്കിയാൽ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാവർക്കും അറിയാം. അതായത് ഇദ്ദേഹം ആണ് ഖുർആനിൻ്റെ പല വിശദീകരണങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞ കാര്യം ഇദ്ദേഹം തഫ്സീറുകൾ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ കണ്ടിട്ട് മറച്ചു വെക്കുന്ന പോലെ. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടേ, അതായത് അള്ളാഹുവിൻ്റെ ആ നരകത്തിലെ ആ തീ ഉണ്ടല്ലോ, തീയുടെ ആ ഉയരത്തെയാണ് അവിടെ തീ കൊണ്ടുണ്ടാവുന്ന സ്തംഭങ്ങൾ, അത്രയ്ക്ക് ഉയരത്തിലുള്ള തീകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്തംഭങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. പിന്നീടുള്ളത് പറഞ്ഞാൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ള ശിക്ഷകളെ പറ്റിയിട്ടും അവിടെയുള്ള ഏത് രീതിയിലാണ് ആ ശിക്ഷ എന്നുള്ളതൊക്കെ അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. കാരണം നമുക്കത് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇവിടെ ജീവിക്കുന്ന ഭൂമിയിലാണ്. നമ്മുടെ മരണശേഷം നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ, അല്ലാത്ത നമുക്ക് അറിയാൻ കഴിയാത്ത രീതിയിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളെ ഒരു അറിവിനൊരു പരിധിയുണ്ട്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.